നമസ്കാരം. വേൾഡ് മീഡിയ കമ്മ്യൂണിക്കേഷൻസിന്റെ അക്കാഡമിയ എഡ്യൂക്കേഷണൽ സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം അഥവാ ദി IELTS എക്സാമിനേഷൻസ് ഏവർക്കും സുപരിചിതമായ ഒന്നാണല്ലോ. 2020 ജാനുവരി മുതൽ ഈ എക്സാമിനേഷൻസിന് ചെറിയ വ്യത്യാസങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. The new IELTS examinations and the essential information for students and parents. ഈ മേഖലയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഇൻഫർമേഷൻ നമുക്കെല്ലാവർക്കുമായി ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് പ്രശസ്ത IELTS ട്രെയിനറായ ഡോക്ടർ ബിനു ജെയിംസ് മാത്യു ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കെല്ലാവർക്കും കാതോർക്കാം. വേൾഡ് മീഡിയ കമ്മ്യൂണിക്കേഷൻസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് IELTS അഥവാ ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം, അതിൻ്റെ ഒരു ജനറൽ ഇൻഫർമേഷനും സ്ട്രാറ്റജിയും ടിപ്സുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ IELTS എന്നുള്ള ഒരു പരീക്ഷ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി, വെളിയിൽ പഠിക്കുവാനോ അല്ലെങ്കിൽ ഉദ്യോഗത്തിനോ പോകുന്ന ആളുകൾക്കുള്ള IELTS പ്രൊഫഷ്യൻസി ടെസ്റ്റാണ്. ഇറ്റ്സ് കണ്ടക്റ്റഡ് ഇന്റർനാഷണലി and anywhere you go across the world, if you have an IELTS certificate, if you have a score in the IELTS, they are easily able to understand the level of your English language. അതിനകത്ത് 4 ഡിഫറെൻറ്റ് സ്കിൽസ് ആണ് ടെസ്റ്റ് ചെയ്യാറുള്ളത്: ലിസ്ണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. മറ്റേത് ഒരു ഭാഷകളിലെ പോലെയും IELTS എന്നുള്ളതിന് ഈ 4 സ്കിൽസ് ആണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ബാൻഡ് സ്കോർ അല്ലെങ്കിൽ ഇതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് 1 to 9 എന്നുള്ളൊരു ബാൻഡ് സ്കോറിലായിരിക്കും. 1 എന്ന് ഉദ്ദേശിക്കുന്നത് നോൺ യൂസർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, 9 എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ്പെർട്ട് പേഴ്സൺ, എക്സ്പെർട്ട് ലാംഗ്വേജ് കോമ്പിറ്റൻസി ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. 2 തരത്തിലുള്ള IELTS എക്സാമിനേഷൻ ഉണ്ട്. ഒന്ന് ജനറൽ, മറ്റത് അക്കാഡമിക്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ജനറൽ IELTS ടെസ്റ്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ജോലിയിലോ ഇമിഗ്രേഷനിലോ പോകുമ്പോൾ, എസ്പെഷ്യലി ഇൻ ദ കൺട്രീസ് ലൈക്ക് ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് ഓർ UK ഓർ ഈവൻ അറ്റ് ടൈംസ് US ഇമിഗ്രേഷന് പോലും TOEFL എന്ന എക്സാമിനേഷൻ്റെ ഈക്വലൻ്റ് ആയിട്ട് IELTSനെ കരുതാറുണ്ട്. സോ നിങ്ങൾക്കറിയാവുന്ന പോലെ മെനി ഓഫ് ദ നഴ്സിംഗിന് ജോലിക്ക് പുറത്ത് പോകുമ്പോൾ IELTS ജനറൽ, അതായത് ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഭാഷ എന്തുമാത്രം കോമ്പറ്റൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ നിശ്ചയിക്കുന്നതാണ്. ഓരോ യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻസും അനുസരിച്ച് അവരൊരു സ്കോർ മാർക്ക് ചെയ്തിട്ടായിരിക്കും. ചില സന്ദർഭങ്ങളിൽ സ്കോർ ഇസ് നോട്ട് ഓവറോൾ സ്കോർ, ലൈക്ക് ഇഫ് യു ഗെറ്റ് 7 ഇൻ IELTS, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 മുതൽ 9 വരെ, ഇഫ് യു ഗെറ്റ് 7 ഔട്ട് ഓഫ് ദാറ്റ് 9 ബാൻഡ് സ്കോർ, ഇറ്റ് മേ ബി കൺസിഡർഡ് നല്ലൊരു സ്കോറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കും. It depends on the universities or the places that you go and work. So നിങ്ങളുടെ വിസ, ഇമിഗ്രേഷൻ ഓഫീസർ, your university professionals, they will decide on the score for a person to be eligible for a particular post. It can be either job or it can be education purposes. നമ്മൾ ജനറൽ IELTSനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു. എന്താണ് അക്കാഡമിക് IELTS? അക്കാഡമിക് IELTS ഹയർ എഡ്യൂക്കേഷൻ, അതായത് പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷന് UK-യിൽ പോകുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഹയർ എഡ്യൂക്കേഷൻ IELTS വളരെ നിർബന്ധമായിരിക്കും. ഓർ ഫോർ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ഇഫ് യു വാണ്ട് ടു ഗോ ഫോർ ഇറ്റ്. ആൻഡ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യു ആർ ഗോയിങ് ഫോർ ഹയർ സ്റ്റഡീസ് ആൻഡ് ദിസ് ഇസ് ബേസിക്കലി മെൻ ഫോർ ദ കൺട്രീസ് ദാറ്റ് ഹാവ് ദ ഫസ്റ്റ് ലാംഗ്വേജ് ആസ് ഇംഗ്ലീഷ്. ജനറൽ അല്ലെങ്കിൽ അക്കാഡമിക് IELTS തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇനിയും പറയാം. കണ്ടന്റ് ഓൾമോസ്റ്റ് സെയിം ആണ്, ബട്ട് it all depends upon what is the need for you to undergo an IELTS test. മറ്റൊന്നുള്ളത് IELTS ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ്, വൺസ് ഇറ്റ് ഇസ് ടെസ്റ്റഡ് ആൻഡ് ഗിവൺ ദ സർട്ടിഫിക്കറ്റ്, ഇതിന്റെ വാലിഡിറ്റി 2 years ആയിരിക്കും. സോ ബിഫോർ ദി എൻഡ് ഓഫ് 2 years you should have applied for your destination, whatever it is. മൈഗ്രേഷൻ ആണെങ്കിൽ അതിനുവേണ്ടി, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതിനുവേണ്ടി, അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് വേണ്ടി. ഇതിന് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം ഹൗ ക്വിക്ലി ഓർ ഹൗ സൂൺ ഓർ ലേറ്റ് ഞങ്ങൾക്ക് ഈ IELTS എടുക്കേണ്ടത് ആവശ്യമുണ്ടെന്നുള്ളത്. Now, recently,
IELTS has also started a computer delivered test. ഇന്നുവരെ IELTS ഉണ്ടായിരുന്നത് പേപ്പർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരുന്നു, പേപ്പർ ബേസ്ഡ് ടെസ്റ്റ്. ഇറ്റ്സ് കോൾഡ് PBT, പേപ്പർ ബേസ്ഡ് ടെസ്റ്റ്. റീസെന്റ് IELTS കമ്പ്യൂട്ടർ ഡെലിവേർഡ് ടെസ്റ്റും ആരംഭിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ബേസിക് വ്യത്യാസം ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കാം. CDT അഥവാ കമ്പ്യൂട്ടർ ഡെലിവേർഡ് ടെസ്റ്റ്, അതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ അഡ്വാൻറ്റേജ്, ടെസ്റ്റ് ഡേറ്റ്സ് കൂടുതലായിരിക്കും ഇതിന്. അതായത് in a month, every week there is a test, or more than many tests are conducted every week. അത് സെന്റേഴ്സിനെ അനുസരിച്ചിരിക്കും. If you have a British Council or IDP, ഈ രണ്ട് സെന്റേഴ്സിലാണ് IELTS കണ്ടക്ട് ചെയ്യുന്നത്. Even if it's a computer test, you need to go to the center. നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല. അവരുടെ സെന്ററിൽ അവരുടെ ടെസ്റ്റ് ക്യൂബിക്കിളായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് കമ്പ്യൂട്ടർ ഡെലിവേർഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ ഡെലിവേർഡ് ടെസ്റ്റിന്റെ മറ്റൊരു സവിശേഷത, റിസൾട്ട്സ് ആർ മച്ച് ഫാസ്റ്റർ. ആസ് യു ക്യാൻ ഇമാജിൻ, കമ്പ്യൂട്ടർ ബേസ്ഡ് അസസ്മെന്റ് ആയിരിക്കും, എക്സെപ്റ്റ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ടു സം എക്സ്റ്റെന്റ്. പക്ഷേ അതർവൈസ് എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് അസസ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് വിതിൻ എ വീക്ക് you'll be getting your IELTS results. മറ്റൊരു സവിശേഷത, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ആള് കുറവായിരിക്കും. മറ്റത് യു ക്യാൻ ഇമാജിൻ, in a room full of people, everybody is writing the test, just like any other scenario. നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷൻ നോക്കിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ ഹാൾ പോലെ ആയിരിക്കും ഇത് മറ്റ് ടെസ്റ്റ്, നോർമൽ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ്. അങ്ങനെയല്ലായിരിക്കും ഈ കമ്പ്യൂട്ടർ ഡെലിവേർഡ് ടെസ്റ്റ്, CDT. ഇതിന് everybody has a cubicle with a computer and with a headset right in front of you. മറ്റൊരു advantage of computer based test is, in many cases, especially in writing, you have the word length. എത്ര വാക്കുകൾ എഴുതി ഉള്ളതുണ്ടായിരിക്കും, 150 വാക്കുകൾ, 250 വാക്കുകൾ. സോ ഇതിനെല്ലാം when you type in on computers, automatically word count is shown in the computer delivered test. പിന്നെ കമ്പ്യൂട്ടർ ഡെലിവേർഡ് ടെസ്റ്റിന്റെ മറ്റൊരു അത്യാവശ്യമുള്ള കാര്യം, ഇഫ് യു ആർ ചൂസിങ് ദാറ്റ്, യു ഷുഡ് ബി ഗുഡ് വിത്ത് കമ്പ്യൂട്ടർ സ്കിൽസ്. എന്താണ് കമ്പ്യൂട്ടിംഗ് സ്കിൽസ് ഉള്ളത്? നാവിഗേഷണൽ സ്കിൽസ്. കമ്പ്യൂട്ടറിൽ യൂസിങ് മൗസ് കൺട്രോൾ ആൻഡ് നാവിഗേഷൻ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൂടാതെ സ്ക്രോളിംഗ്, ക്ലിക്കിംഗ് ദ ടെസ്റ്റ്, ക്ലിക്കിംഗ് ഓൺ സം ഏരിയാസ്, ക്ലിയറിംഗ് സം പോയിന്റ്സ്, ഹൈലൈറ്റിംഗ് സംതിങ്, ടൈപ്പിംഗ്, ഇതാണ് കമ്പ്യൂട്ടർ സ്കിൽസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ പ്രാവീണ്യമുള്ള ആളാണെങ്കിൽ there's no harm in taking the computer delivered test. Paper based test, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ, അത് it is conducted in a hall, again in a center which you choose, and fewer test dates ആണ്. അതായത് ഒരു മാസത്തിൽ 4 ടെസ്റ്റ് ഡേറ്റ്സ് 4 ദിവസമേ ഉണ്ടായിരിക്കുകയുള്ളൂ. Whereas computer based test, many days in a week they conduct it. Second thing about the paper based test is, writing will be based on your handwriting. So handwriting, നിങ്ങളുടെ handwriting നല്ലതാണെങ്കിൽ, especially under stress, you're writing something, then it is a challenge for you. ഞാൻ പറഞ്ഞല്ലോ ഈ IELTS ടെസ്റ്റിനെ പറ്റി മറ്റൊരു കാര്യം. 4 ടെസ്റ്റുകളുണ്ട്. അതിനകത്ത് each skill is tested. So there are 4 parts in a test. One is listening, reading, writing and speaking. Either listening and reading and writing. ഈ 3 ടെസ്റ്റ്സ് is conducted on a single day. Listening takes 30 minutes and then 10 minutes time to write your answers. That is for the normal paper based test. Reading-ന് 1 മണിക്കൂറുണ്ട്. So listening-ന് actually 4 parts ആണുള്ളത്. Almost 40 questions. Each question carries 1 mark. There is no negative marking in the IELTS exam. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ IELTS ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ don't leave any blank spaces. എന്തെങ്കിലുമൊക്കെ എഴുതാൻ ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ യു ഫൈൻഡ് ഔട്ട്, യു ഗെസ് സംതിങ് ആൻഡ് റൈറ്റ് ഇറ്റ്. പ്രിഡിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ റൈറ്റിംഗ് ഇറ്റ്. റീഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 60 മിനിറ്റ് ആണ്. അതിനകത്ത് 3 പാസേജസ് ഉണ്ട്. ഈച്ച് പാസേജ് ഹാസ് എൻ ഇൻക്രീസിങ് ഡിഫിക്കൽട്ടി. 3rd പാസേജ് ആയിരിക്കും മോസ്റ്റ് ഡിഫിക്കൽട്ട് പാസേജ്. അഗെയിൻ 40 ക്വസ്റ്റ്യൻസ് അപ്രോക്സിമേറ്റ്ലി ഉണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 മാർക്ക്. റൈറ്റിംഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 60 മിനിറ്റ്സ്, അഗെയിൻ 1 hour. 2 ടാസ്ക്സ് ഉണ്ട് റൈറ്റിംഗിൽ. Now, if you talk about the academic writing skills, ആദ്യത്തെ ടാസ്ക് റൈറ്റിംഗ് എ റിപ്പോർട്ട് ഓഫ് 150 words. രണ്ടാമത്തെ റൈറ്റിംഗ് എൻ എസ്സേ. അതായിരിക്കും. ജനറൽ IELTS പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ ടാസ്ക് ഓഫ് റൈറ്റിംഗ് ഇസ് റൈറ്റിംഗ് എ ലെറ്റർ, എ പ്രൊഫഷണൽ ലെറ്റർ,
and the second one is writing an essay. So essay is common with both general and academic. Now, ഈ മൂന്ന് skillsum, listening, reading and writing, are conducted on the same day. And the speaking test is conducted on a separate day. It's a face-to-face conversation with an IELTS examiner. Our test center വെച്ച് നിങ്ങൾ IELTS examiner മുന്നിൽ നിങ്ങൾക്ക് 3 parts ഉണ്ട് സ്പീക്കിങ്ങിൽ. ആ സ്പീക്കിംഗ് ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 15 to 20 minutes ആണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനകത്ത് questions and answers, and you have to introduce yourself. You'll be asked to speak about on a topic that you pick up, not of your choice. Our correct topics which you'll need to pick up one topic and then speak about it for 2 minutes at length. And then you'll be asked some general questions on your understanding. So ഇതിനകത്തെല്ലാം ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്ലുവൻസി ആൻഡ് ആക്യുറസി ഓഫ് ലാംഗ്വേജ് ആണ്. ഇനി പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫോർ ദി IELTS ടെസ്റ്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു IELTS ടെസ്റ്റ് is conducted in British Council and IDP. These are the two centers where IELTS tests are conducted. Register at least a month in advance because many of the test centers are crowded and they have a lot of people, especially during the season of academic year starting, beginning. At these times it will be very crowded, so it's better to plan and prepare yourself. ഇനി പറയാനുള്ളത് ഫീസിനെ പറ്റിയാണ്. Again, it's subject to change. ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാം. But if you look at generally, the IELTS has $215. ഇതാണ് current. It depends on country to country where you are positioned, where you take the test. Indian rupeesiൽ പറയുകയാണെങ്കിൽ almost 13,250, 13,250 ആണ് rates. It may subject to change. It is subject to change. It may change also, vary also. In Oman, if you plan to take a test in Oman, 90 riyals ആണ് approximately IELTS test ന്റെ test fees. So ഇത്രയും കാര്യങ്ങൾ ഞാൻ ഈ ഒരു എപ്പിസോഡിൽ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, IELTS എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റമാണ്. അതൊരു 9 ബാൻഡ് ഉണ്ട്. 4 സ്കിൽസ് ആണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്: ലിസണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. 2 തരത്തിലുള്ള IELTS ടെസ്റ്റ് ഉണ്ട്: ജനറൽ ആൻഡ് അക്കാഡമിക്. അത് നിങ്ങളുടെ ആവശ്യം പോലെ ആയിരിക്കും എടുക്കേണ്ടത്. Now remember, if you're applying for a university and if you take general IELTS, they will not accept you. So please make sure general IELTS ഒരു ഈസി ആണ് എന്നൊരു ധാരണയുണ്ട്. Yes, it is in a way. It is slightly easier. പക്ഷേ it all depends upon your need for taking the test. So that is very important. 2 തരത്തിലുള്ള എക്സാംസ് ഈ ദിവസങ്ങളിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഒന്ന്, ദ ട്രഡീഷണൽ പേപ്പർ ബേസ്ഡ് ടെസ്റ്റ്. മറ്റത് ദ CDT ഓർ കമ്പ്യൂട്ടർ ഡെലിവേർഡ് ടെസ്റ്റ്. അതാണ് റീസെന്റ് വൺ. ടെസ്റ്റ് 4 സ്കിൽസും ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്: ലിസണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ആൻഡ് നമ്മൾ ഫൈനലി പറഞ്ഞത് IDP ആൻഡ് ബ്രിട്ടീഷ് കൗൺസിൽ. IELTS.org എന്നാണ് വെബ്സൈറ്റ്, IELTSന്റെ ഒത്തന്റിക് വെബ്സൈറ്റ്, ഒറിജിനൽ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കാം, എസ്പെഷ്യലി ഓൺ ദ ടെസ്റ്റ് ഡേയ്സ് ആൻഡ് ദ സെന്റേഴ്സ് വെർ യു റൈറ്റിംഗ് ദ ടെസ്റ്റ്. ഓരോ ടെസ്റ്റ് സെന്റേഴ്സിലും അതിൻ്റെതായിട്ടുള്ള ഫീസ് ഉണ്ട്. പക്ഷേ ജനറൽ ഫീസ് ഞാൻ നേരത്തെ നൽകിയുണ്ടായി. ഇതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അബൌട്ട് ദി IELTS എക്സാം. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. The new IELTS test and essential information for students and parents എന്ന പാർട്ട് 1 എപ്പിസോഡ് ഏവർക്കും ഇൻഫർമേറ്റീവായി കാണും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഡോക്ടർ ബിനു ജെയിംസ് മാത്യുവിനെ കൂടുതലായി പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. He is a professor of English language and management at College of Banking and Financial Studies. He was formerly the deputy head of academic quality at CBFS. He has over 24 years of experience in teaching and research and is a certified IELTS trainer as well as a corporate trainer. He holds a PhD from IIT Mumbai and possesses a triple master's degree as well as a teaching certificate from Cambridge University. While working in Mumbai University, he served as a sub-lieutenant at Indian Naval Unit NCC. He has also published multiple articles under his name and has presented several papers at international conferences. Part 2 episode IELTS Listening and Reading Tips and Tricks of Receptive Skills Test എന്ന വിഷയത്തെ ആസ്പദമാക്കി അടുത്ത ആഴ്ച ഡോക്ടർ ബിനു ജെയിംസ് മാത്യു വീണ്ടും നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. അതുവരെ
സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.